ഹലോ. സോ സ്പിരിച്വാലിറ്റി എന്താണ്? സ്പിരിച്വാലിറ്റി എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളിലേക്ക് കണക്റ്റ് ആവാനായിട്ടുള്ള ഒരു മാധ്യമമാണ്. അതായത് നമ്മളിലേക്കെന്ന് പറയുമ്പോൾ നമ്മൾ ആരാണ്? നമ്മളൊരു സോളാണ്. അതായത് നമ്മൾ ഒക്കെയും 3D ലൈഫിലാണെങ്കിലും ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണെങ്കിലും ആ 3D ലൈഫുമായിട്ട് പോകുമ്പോഴും നമ്മളോട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. അതായത് നമ്മുടെ സ്പിരിറ്റിനോട്, നമ്മുടെ സോളിനോട് കണക്റ്റായിരിക്കുക. അതാണ് സ്പിരിച്വാലിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോഴൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റീനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അതായത് സ്പിരിച്വാലിറ്റിയിലുള്ള സെർട്ടൺ ബിഹേവിയേഴ്സ്, സെർട്ടൺ മൈൻഡ് സെറ്റ്സ്, സെർട്ടൺ ലൈഫ് സ്റ്റൈല് ഒക്കെയും അഡാപ്റ്റ് ചെയ്യാനായിട്ട്, അതിനെയൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് ഫോഴ്സിബിളി കൊണ്ടുവന്ന് ഇൻഫ്യൂസ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഫിറ്റ് ഇൻ ആവാൻ നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പിന്നെയും ഇവിടെ നമ്മളെ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ ഓൾറെഡി സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻസിനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യാണ്ട് ഈ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ പുതിയ പ്രോഗ്രാമിങ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ കൂടുതൽ സഫറിങ്സിലേക്കാണ് വരുന്നത്. അതായത് ഇവിടെ നമ്മളെ ഒരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സോളിൻ്റെ ഒരു സ്വേച്ഛ, ആത്മാവിൻ്റെ ഒരു സ്വേച്ഛയിൽ ജീവിക്കാനായിട്ട് നമ്മളെ അനുവദിക്കുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് പലപ്പോഴും ഒരു സെർട്ടൺ വേയിൽ ഭക്ഷണം കഴിക്കണം, സ്പിരിച്വാലിറ്റിയിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കുറച്ച് ലിമിറ്റേഷൻസിലേക്ക് നമ്മൾ വരരുത്. അതിൻ്റെ മീനിങ് നമ്മൾക്കൊരു 3D ഓറിയൻറ്റഡ് ആയിട്ട് നോർമൽ ഒരു സോള് ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പായിട്ട് ആക്ച്വലി ഞാൻ എന്താണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു കാര്യം എനിക്ക് എൻ്റെ ഹോൾ ഹാർട്ടഡ്ലി അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇഷ്ടത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇതെനിക്ക് എൻ്റെ സോൾ ഗ്രോത്തിന് വേണ്ടതാണോ അല്ലയോ എന്നുള്ളത് ഒരു ചോദ്യം സ്വയം ചോദിക്കുമ്പോൾ നമ്മൾ സ്പിരിച്വലി അലൈൻമെൻറ്റിൽ വന്നുകൊണ്ട്, ആ ഒരു സോൾ അലൈൻമെൻറ്റിൽ വന്നുകൊണ്ട് നമ്മളുടെ ആ ഒരു 3D ലൈഫിനെയും കൂടെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 5Dനെയും 3Dനെയും പെർട്ടിക്കുലർലി ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ അതിൽ അലൈൻമെൻ്റായിട്ട് ജീവിക്കാനാണ് സ്പിരിച്വാലിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്.